നമസ്കാരം. പെൺകുട്ടികൾ സൂക്ഷിക്കുക. പ്രണയത്തിൽപ്പെടുന്ന പെൺകുട്ടികൾ ഇന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ പ്രണയിക്കുന്ന ആള് അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന ആള് അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് ഏത് തരത്തിലുള്ള ആളായിരിക്കുമെന്ന് ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ. അയാൾ പക്ഷേ ഒരു സൈലന്റ് കില്ലർ ആണോ എന്ന് പോലും നമ്മുടെ ജീവിതത്തിലെ സൈലന്റ് കില്ലറായി ചിലപ്പോൾ മാറിയേക്കാം. അങ്ങനൊരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. അതും ജീവന് തുല്യം പ്രണയിച്ച ഒരുമിച്ച് ലിവിങ് ടുഗദർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്നിപ്പം ജീവനോടെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത അവസ്ഥ. പെൺകുട്ടിയോ ആൺകുട്ടിയോ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അത് ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് പോകുന്നു. ഒന്നെങ്കിൽ അത് ജെന്യുവൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള കാരണം ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരാൾ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എന്തെങ്കിലും പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ലഹരിക്ക് അടിമയായിരിക്കാം. നോർമൽ ആയിട്ടുള്ള ബിഹേവിയർ അല്ലായിരിക്കാം അവർക്ക്. ഒരുപക്ഷെ അവർ ഉപദ്രവിക്കുന്നുണ്ട്, അബ്യൂസീവ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. അത് ആണോ പെണ്ണോ അത് നമുക്കറിയില്ല. ആണോ ആയാലും പെണ്ണായാലും അബ്യൂസീവ് ആയിരിക്കാം. അതുകൊണ്ടാവാം ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഈ രണ്ടുപേരിൽ ഒരാൾ ഇട്ടിട്ട് പോകുന്നത്. ഏതെങ്കിലും ഒരാളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാരണം ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ അത് തങ്ങളുടെ ജീവൻ അപകടത്തിലേക്ക് ആകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ സമൂഹത്തിന്റെ ഒരു പോക്ക്. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ അല്ലെങ്കിൽ വടക്കാഞ്ചേരി തൃശ്ശൂരിലെ ഒരു കേസ്, ഒരു വീട്ടിലുണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് താമസിച്ചിരുന്ന യുവാവും യുവതിയും അവർ പരസ്പരം പ്രണയത്തിലായിരുന്നു. അവരൊരുമിച്ച് താമസിച്ചു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ഈ പയ്യൻ ലഹരിക്ക് അടിമയാണ്, അവളെ ഉപദ്രവിക്കാനും അവളുടെ ജീവന് ഭീഷണിയാകാനും തുടങ്ങി എന്ന് തോന്നിയപ്പോൾ അവൾ അത് വിട്ടിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. എന്തായാലും അവരൊരുമിച്ച് കഴിഞ്ഞു. ഓക്കെ, ആ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ പേറിക്കൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടി വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. പേടിയോടെയാണ് തിരിച്ച് വീട്ടിലേക്ക് ഓടിപ്പോകുന്നത്. കാരണം അവൾ തിരിച്ചറിഞ്ഞു അവൾ സ്നേഹിക്കുന്ന, അവളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ലവർ എന്ന് പറയുന്ന ആൾ ഉപദ്രവകാരിയാണ്. അയാൾ ഈ പറയുന്ന വ്യക്തിയെ ഉപദ്രവിക്കും, ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം എന്നുള്ള പേടി കൊണ്ടാവാം അവൾ ഇട്ടിട്ട് ഓടിപ്പോകുന്നത്. പക്ഷെ അവളുടെ സ്വന്തം വീട്ടിൽ ആ സുരക്ഷിത വലയത്തിലേക്ക് കയറി അവളുടെ അച്ഛനും അമ്മയോട് സ്വീകരിക്കുന്നു. എന്നിട്ടും വിടാൻ തയ്യാറാവാതെ സൈക്കോ എന്നിവരെ നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അവർ ലഹരിക്ക് അടിമയാണ്, ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി ലഹരി കേസിൽ പിടിയിലായ പ്രതിയാണ്. ഒരുപക്ഷെ ഇവന്റെ ലുക്കും ഇവന്റെ മട്ടും ഇവന്റെ സംസാരവും ഒക്കെ കേട്ട് ഒരുപക്ഷെ ഈ പറയപ്പെടുന്ന പെൺകുട്ടികൾക്ക് ഇവരെ പക്ഷെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവില്ല. ഈ ലഹരിക്ക് അടിമപ്പെട്ട ആൾക്കാരെ പെട്ടെന്ന്, പ്രത്യേകിച്ചും ഈ രാസലഹരിയൊക്കെ ഉപയോഗിക്കുന്ന MDMA ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ സാധിക്കില്ലെന്നാണ് പറയാൻ സാധിക്കുന്നത്. കാരണം ഈ പറയുന്ന പോലെ ഇപ്പൊ സിനിമാ നടന്മാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവരെയൊക്കെ കണ്ടാൽ അറിയാൻ പറ്റുമോ അവര് സിനിമയിൽ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്റർവ്യൂ വന്നിരിക്കുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ സാധിക്കില്ല. ചില സമയത്ത് അവരുടെ ബിഹേവിയർ കാണുമ്പോഴാണ് ഇവർ നോർമൽ അല്ല എന്ന് നമുക്ക് ചില പോയിന്റ് നമുക്ക് തോന്നും. നമ്മൾ ചിന്തിക്കും ഇത് എനിക്ക് തോന്നിയതാണോ എന്ന്. അങ്ങനെ ഒരു പോയിന്റിലായിരിക്കാം ഈ ഒരു കാമുകന്റെ യഥാർത്ഥ അരകൻ സ്വഭാവവും അല്ലെങ്കിൽ ഒരു ക്രിമിനൽ സ്വഭാവം ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക. എന്തു തന്നെയായാലും ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് വന്ന് കൊല്ലാനായിരുന്നു ഈ കാമുകന്റെ പദ്ധതി. അവൻ വീട്ടിൽ വന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു വാളുമായിട്ടാണ്. ജപ്പാനിൽ നിന്നിറക്കിയ 10-25,000 4 ലക്ഷം രൂപയ്ക്ക് മേളിൽ വിലയുള്ള വാളുമായിട്ടാണ് സ്വന്തം മുൻ കാമുകിയെ വെട്ടിക്കൊലപ്പെടുത്താനായിട്ട് എത്തിയത്. എന്തായാലും ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് പരാജയപ്പെട്ടു പോയി. വേറൊന്നുമല്ല, അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാം ഇവനെ പ്രതിരോധം തീർത്തു. ഇവരെ കല്ലെറിഞ്ഞോടിക്കുകയായിരുന്നു. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ. പക്ഷേ അറിഞ്ഞ അല്ലെങ്കിൽ ഈ കേസ് ഹാൻഡിൽ ചെയ്ത പോലീസുകാരൻ ഇൻഡ്യൂഷൻ തോന്നുവാണ് ഇവൻ ഇനിയും വന്നേക്കാം, രാത്രിയിൽ ഈ പെൺകുട്ടി എന്തായാലും ഇവൻ കൊല്ലും എന്നൊരു ഇൻഡ്യൂഷൻ പക്ഷെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം. അദ്ദേഹം രാത്രിയിൽ പെട്രോളിങ്ങിന് ആളെ വിടുന്നു, അദ്ദേഹം പെട്രോളിങ്ങിന് ഇറങ്ങുന്നു. അങ്ങനെ ആ രാത്രിയിൽ തന്നെ ആ കുട്ടിയുടെ വീടിനടുത്ത് തന്നെ സംശയാസ്പദമായ രീതിയിൽ ഒരു ജീപ്പ് നിർത്തിയിട്ടിരിക്കുകയാണ്. അവർ ആ ജീപ്പ് പരിശോധിച്ചപ്പോൾ അതിനകത്തുനിന്ന് ഒരു 10-12 ഈ പറയപ്പെടുന്ന ബോംബുകൾ, ഗുണ്ടുകൾ, അതോടൊപ്പം വിദേശ നിർമ്മിതമായിട്ടുള്ള വലിയൊരു വാള്, പിന്നെ ഹോക്കി സ്റ്റിക്ക്, അങ്ങനെയുള്ള മാരകമായിട്ടുള്ള ആയുധങ്ങൾ. അങ്ങനെ ആ വണ്ടി പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഈ പറയപ്പെടുന്ന കാമുകൻ ഉണ്ടായിരുന്നു. ഇവളെ തീർച്ചയായിട്ടും അറിയാലോ, ഹോക്കി സ്റ്റിക്കിനൊക്കെ അടി കിട്ടി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കള്ള് ചിതറിപ്പോകുന്ന ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത്. അങ്ങനെയുള്ള മാരകമായ ആയുധങ്ങൾ. വാള് പരിശോധിച്ചിട്ടാണ് പോലീസ് ഞെട്ടിയത്. ജപ്പാനിൽ നിന്ന് ടാക്സ് അടച്ചിറക്കുമതി ചെയ്ത ജപ്പാൻ വാളാണ്. ഏതാണ്ട് 25,000 മേളിൽ 30,000 രൂപ അടുത്ത് വിലയുള്ള വാള്. ഈ ഒരുപക്ഷെ ഒറ്റ വീശിന് രണ്ടായിട്ട് പോകാം. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം ആ വാളിന്റെ പ്രത്യേകത. അവൾ ഈ വാൾ എന്തായാലും ഇറക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടായിരിക്കുമല്ലോ ഈ കാമുകൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഈ വാള് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും നമ്മുടെ നാടിന്റെ പോക്ക് നല്ലത് തന്നെയാണ്. എന്തായാലും പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രണയിക്കുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്ന കാമുകൻ സൈക്കോയാണോ മയക്കുമരുന്ന് അഡിക്റ്റ് ആണോ എന്ന് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് സ്വയം രക്ഷപ്പെടാനുള്ള മാർഗം കൂടി നോക്കിയിട്ടേ നിങ്ങൾ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ പോയി പെടാവുള്ളൂ.